ഇപ്പോൾ 2019 വളരെ അത്ഭുതകരമായൊരു റിസൾട്ടാണല്ലോ കേരളത്തിൽ UDF ഉണ്ടാക്കിയത്. 19 സീറ്റുകളിൽ വിജയിക്കുന്നു, ഒരു സീറ്റ് മാത്രമാണെന്ന് LDFന് കിട്ടിയത്. അതേ സംബന്ധിച്ച് LDFൻ്റെ വിലയിരുത്തൽ, നമ്മുടെയൊക്കെ വിലയിരുത്തൽ, രണ്ട് ഫാക്ടേഴ്സ് അന്ന് LDFനെതിരായിട്ട് കേരളത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതൊന്ന്, രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് മത്സരിച്ചു, അതുണ്ടാക്കിയ വലിയ തരംഗം. രണ്ടാമത്തത് ശബരിമല വിഷയമാണ്. യഥാർത്ഥത്തിൽ രണ്ടും പിന്നെ CPM ഓ LDF ഓ സൃഷ്ടിച്ച കാര്യങ്ങളല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ശബരിമല എന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെ വിധിയാണ്. അപ്പോൾ തുല്യ നീതി, ലിംഗനീതി നടപ്പാക്കാനാണ് ആ സർക്കാർ ശ്രമിച്ചിട്ടുള്ളത്. ഒരു ഭരണഘടനയെ വിശ്വസിക്കുന്ന, ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുന്ന സർക്കാർ എന്നുള്ള നിലയ്ക്ക്, പ്രോഗ്രസീവായ ആശയങ്ങളിൽ വിശ്വസിക്കുന്ന സർക്കാർ എന്നുള്ള നിലയ്ക്ക് ആ സർക്കാർ ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ അത് ബുമറാങ് ചെയ്തു. അപ്പോൾ നമുക്ക് അതിനെ ന്യായീകരിക്കാനുണ്ട്, ആ തോൽവിയെ ന്യായീകരിക്കാനുണ്ട്. കാരണം വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചതിൻ്റെ തരംഗവും, പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നടപ്പാക്കാൻ സർക്കാർ ശ്രമിച്ചപ്പോൾ ഉണ്ടായ തിരിച്ചടിയും, ആ അർത്ഥത്തിലാണ് നമ്മൾ ആ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തിയിരിക്കുന്നത്. എന്നാൽ 2024 വരുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളുമില്ല. രാഹുൽ ഗാന്ധി പഴയതുപോലൊരു ഇഫക്റ്റ് കേരളത്തിലുടനീളം ഉണ്ടാക്കണമെന്നില്ല. അതേപോലെ തന്നെ ശബരിമല പോലൊരു വിഷയവും നിൽക്കുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് CPMനെ സംബന്ധിച്ച്, LDFനെ സംബന്ധിച്ച് ഒരു വലിയ വെല്ലുവിളിയായിത്തീരുന്നത്? എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് 15 സീറ്റ് അല്ലെങ്കിൽ 17 സീറ്റ് അല്ലെങ്കിൽ 13 സീറ്റ് നേടാൻ കഴിയും എന്ന് ഉറച്ചു പ്രഖ്യാപിക്കാൻ അവർക്ക് കഴിയാതെ പോകുന്നത്? അത് നേരത്തെ നികേഷ് വളരെ സൂക്ഷ്മതയോടുകൂടി സൂചിപ്പിച്ചു. അദ്ദേഹം അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയില്ല, ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. അത് സ്വാഭാവികമായും ആൻറ്റി ഇൻകംബൻസിയാണ്, അല്ലേ? അതിശക്തമായൊരു സർക്കാർ വിരുദ്ധ തരംഗം കേരളത്തിലുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഈ സർക്കാർ വിരുദ്ധ തരംഗം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഒരു പെർസെപ്ഷനാണ്. ഇപ്പം ഞാൻ പോയിട്ട് സപ്ലൈകോയിൽ നിന്ന് സാധനം വാങ്ങിച്ചപ്പോൾ എനിക്ക് അരി കിട്ടിയില്ല, അല്ലെങ്കിൽ പയർ കിട്ടിയില്ല, അങ്ങനെ രൂപപ്പെടുന്ന ഒന്നല്ല സർക്കാർ വിരുദ്ധ തരംഗം എന്ന് പറയുന്നത്. അത് ഒരു പെർസെപ്ഷനാണ്. ഇപ്പം ക്ഷേമ പെൻഷൻ കിട്ടാതിരിക്കുന്നു, അന്നക്കുട്ടിയുടെയും മറിയക്കുട്ടിയുടെയും സമരം കേരളം മൊത്തം കാണുകയാണ്. അതുപോലെ തന്നെ അവശ്യ സാധനങ്ങൾ ലഭിക്കാതിരിക്കുന്നു, കേരളം മൊത്തം കാണുകയാണ്. ഇപ്പോൾ കരുവന്നൂർ പോലുള്ളൊരു സംഭവം ഉണ്ടാകുന്നു, കണ്ടല പോലൊരു സംഭവം ഉണ്ടാകുന്നു, കേരളം മൊത്തം അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ എക്സാലോജിക്ക് പോലുള്ള അഴിമതി ആരോപണങ്ങൾ ഉണ്ടാകുന്നു. നവകേരള സദസ്സ് പോലും ബുമറാങ് ചെയ്തു. നവകേരള സദസ്സിലേക്ക് അവസാനം ജീവൻ രക്ഷാ പ്രവർത്തനം എന്നുള്ള പ്രയോഗം, അതുപോലെ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരിറങ്ങി അടിക്കുന്ന ദൃശ്യങ്ങൾ, ഇത്തരത്തിൽ ഒരു പെർസെപ്ഷൻ കേരളത്തിൽ അതിശക്തമായി സർക്കാരിനെതിരെ രൂപപ്പെട്ടിട്ടുണ്ട്. ആ വെല്ലുവിളിയാണ് യഥാർത്ഥത്തിൽ 2024 തെരഞ്ഞെടുപ്പിൽ ഏറ്റവും സുപ്രധാനമായി LDF സ്ഥാനാർത്ഥികൾ അവരുടെ മണ്ഡലങ്ങളിൽ നേരിടാൻ പോകുന്ന വെല്ലുവിളി. ഇനി 2021 LDFന് ഗുണകരമായ ഒരു ഫാക്ടർ ഇപ്രാവശ്യം തിരിഞ്ഞിട്ടുണ്ട്. അത് ഈ ക്രിസ്ത്യൻ ഫാക്ടറാണ്. ഇപ്പോൾ നോക്കൂ, 2021 ക്രിസ്ത്യൻ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഇടുക്കി ജില്ലയിലെ സ്ഥിതി എന്താ? അവിടെ ജോസഫ് മാത്രമാണ് ജയിച്ചത് തൊടുപുഴയിൽ, ബാക്കി തൂത്തുവാരി ജയിച്ചു CPMൻ്റെയും CPIയുടെയും സ്ഥാനാർത്ഥികൾ. പത്തനംതിട്ടയിൽ 42% ക്രിസ്ത്യൻ ഡോമിനേഷനുള്ളത്. ആ ജില്ലയിലൊരൊറ്റ MLA പോലും UDFനില്ല. എറണാകുളത്ത് അത് ഇഫക്റ്റ് ചെയ്തു, എറണാകുളത്തിൻ്റെ പല പ്രദേശങ്ങൾ, പല മണ്ഡലങ്ങളിലും. തൃശ്ശൂർ അത് ഇഫക്റ്റ് ചെയ്തു. അപ്പോൾ ആ വിഭാഗം 2021 വളരെ സ്ട്രോങ് ആയിട്ട് LDFനോടൊപ്പം ഉണ്ടായിരുന്നു. 24 അതല്ല സ്ഥിതി. 24 ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത് LDF വളരെ കാര്യമായി മുസ്ലിം വോട്ട് സമാഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ മുസ്ലിം പ്രീണനം പോലുമുണ്ട് എന്ന് ക്രിസ്ത്യൻ സമുദായം വിചാരിക്കുന്നു. ഇസ്രായേലിനെതിരായിട്ടാണ് പലസ്തീനിലെ നിലപാട്. അത് സഭകൾക്ക് ഇടയിൽ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ക്രിസ്ത്യൻ വോട്ട് ബാങ്കിനെ ഒന്നിപ്പിക്കുന്ന ഒരു ഘടകമാണ്. അതുമാത്രവുമല്ല, ഇപ്പോൾ ചർച്ച് ബില്ലിൻ്റെ കാര്യത്തിൽ ഓർത്തഡോക്സ് എടുത്തിരിക്കുന്ന സമീപനം, ചർച്ച് ബില്ല് നടപ്പാക്കാതിരിക്കുന്നതിൽ ജാക്കോബൈറ്റ്സിനുള്ള പ്രശ്നങ്ങൾ, അതുകൂടാതെ വന്യജീവികളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ താമരശ്ശേരി, മാനന്തവാടി, തലശ്ശേരി രൂപതകൾ നടത്തിയിട്ടുള്ള സമരങ്ങൾ, ഇതൊക്കെ ആ വോട്ട് ബാങ്കിനെയും അലീനേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. ഒന്ന്, ശക്തമായ ഒരു ആൻറ്റി ഇൻകംബൻസി നിൽക്കുന്നു. പിന്നെ കേരളത്തിലൊരു പ്രമുഖമായ സമുദായം, അതിൻ്റെ വോട്ട് ബാങ്ക് ലെഫ്റ്റിൽ നിന്ന് അകന്നു പോകുന്നു. ഈ രണ്ട് സാഹചര്യങ്ങളോട് എങ്ങനെയാണ് ഇതിനെ അതിജീവിക്കുക എന്നുള്ളതാണ് ലെഫ്റ്റിൻ്റെ മുമ്പിൽ ഏറ്റവും വലിയ വെല്ലുവിളി. അതിനാണ് മുസ്ലിം വോട്ട്സിനെ പരമാവധി തങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം വളരെ കണ്ടിന്യൂസ് ആയിട്ട് LDF നടത്തിയത്. അത് യൂണിഫോം സിവിൽ കോഡിൻ്റെ കാര്യത്തിനകത്താണെങ്കിലും പലസ്തീൻ വിഷയത്തിൻ്റെ കാര്യത്തിനകത്താണെങ്കിലും ഒക്കെ മുന്നിട്ടിറങ്ങി നിന്ന് അവർ നടത്തിയ ശ്രമം, അതുപോലെ തന്നെ സമസ്തയെ അടുപ്പിച്ച് നിർത്താൻ നടത്തിയ ശ്രമം, ഇതെല്ലാം ആ വോട്ട് ബാങ്ക് ഇങ്ങോട്ട് വരാൻ ഉള്ളൊരു ശ്രമം തന്നെയാണ്. ഇപ്പോൾ നോക്കോളൂ, 2014 വടകര ഒരു നല്ല മണ്ഡലമാണ്, ഇതിനൊരു നല്ല സ്പെസിമനാണ്. വടകര എടുത്താൽ 2014 അവിടെ മുല്ലപ്പള്ളി രാമേന്ദ്രനെതിരെ മത്സരിച്ച് ഷംസീറാണ്. ഷംസീർ എത്ര വോട്ടിനാണ് തോറ്റതെന്നറിയോ? 3000 വോട്ടിനാണ് തോറ്റത്. അവിടെ ജമാഅത്തിന് വലിയ ആധിപത്യമുണ്ട്, SDPIക്ക് വലിയ ആധിപത്യമുണ്ട്. ആ വോട്ടുകളെല്ലാം കൃത്യമായി പോൾ ചെയ്യപ്പെട്ടത് ഷംസീറിന് അനുകൂലമായിട്ടാണ്.
എന്നാൽ 2019 വരുമ്പോൾ ആ സ്ഥിതി അതല്ല. പി ജയരാജന് ആ വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ്? ഈ പറയുന്ന വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു, രാഹുൽ ഗാന്ധി ജയിച്ചാൽ പ്രധാനമന്ത്രിയാകുമെന്നുള്ള പ്രചാരണം UDF എല്ലായിടങ്ങളിലും എത്തിക്കാൻ കഴിഞ്ഞു. ആ വിഭാഗവും അങ്ങനെ വിചാരിച്ചു. അതുകൊണ്ട് ആ വോട്ട് എൻ ബ്ലോക്കായിട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം സ്ഥിതി അതല്ല. ഞാൻ വിചാരിക്കുന്നത് മുസ്ലിം വോട്ടിൽ നല്ലൊരു ശതമാനം സമസ്തയുടെ നിലപാട് വളരെ പ്രധാനമാണ് ഇക്കാര്യത്തിൽ. അത് സമസ്ത ഇപ്രാവശ്യം പൊന്നാനിയിൽ തീരുമാനമെടുത്തുകൊണ്ടാണ് ഞാൻ വിചാരിക്കുന്നത്. പൊന്നാനിയിൽ ഒരു പാഠം ലീഗിനെ പഠിപ്പിക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ET മുഹമ്മദ് ബഷീർ മലപ്പുറത്തേക്ക് മാറാൻ ആലോചിക്കുന്നതെന്ന് പോലും ഞാൻ വിചാരിക്കുന്നു. മാത്രമല്ല, ഈ പറയുന്ന ഈ ഓരോ പള്ളികളിലും വെള്ളിയാഴ്ച നിസ്കാരങ്ങൾക്ക് ഖുത്ബ എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. അതായത് നമ്മുടെ ഇടയലേഖനം വായിക്കുന്നത് പോലെ തന്നെ ഒരു പ്രഭാഷണമാണ്. അതൊരു മൈക്രോ യൂണിറ്റാണ് ഈ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്, ആ പള്ളിയിൽ വരുന്നവർ. അതാണ് പിന്നീട് സ്പ്രെഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പം അവിടെ സമസ്തയുടെ നിലപാട് വളരെ പ്രധാനമാണ്. ഓരോ മഹല്ലുകളിലും എന്താണ് സമസ്ത എടുക്കുന്ന നിലപാട് എന്നുള്ളത്. സമസ്ത പറയാറുണ്ട്, ഞങ്ങൾ സ്ഥാനാർത്ഥികളെ നിർത്താറില്ല, ഞങ്ങൾ നിലപാടെടുക്കാറില്ല എന്ന് പറയുമെങ്കിൽ പോലും ഈ പറയുന്ന പള്ളികളിലെ ഈ പ്രാർത്ഥനാ നിസ്കാരത്തിന് ശേഷം നടത്താൻ പോകുന്ന പ്രഭാഷണങ്ങൾ ഇനി അടുത്ത ദിവസങ്ങൾ വളരെ പ്രധാനമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ വളരെ പ്രധാനമായിട്ടും ഈ മുസ്ലിം വോട്ട് ബാങ്കിൽ നല്ല വിഭാഗത്തെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ ഒരു പ്രതീക്ഷ LDFന് ഈ തിരഞ്ഞെടുപ്പിലുള്ളൂ. അപ്പോൾ സ്ട്രോങ് ആയ ആൻറ്റി ഇൻകംബൻസി ഒരു പ്രമുഖ സമുദായം മാറി നിൽക്കുന്നു. ഈ രണ്ട് സാഹചര്യങ്ങൾ വെല്ലുവിളിയാകുമ്പോൾ മുസ്ലിം വോട്ട് നല്ല രീതിയിൽ ഇപ്പുറത്തേക്ക് വരികയാണെങ്കിൽ LDFന് ഒരു തെറ്റില്ലാത്ത വിജയം നേടാം. പക്ഷേ അവിടെ ഒരു പ്രശ്നം കൂടിയുണ്ട്. 2004 കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. 2004 കേരളത്തിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്നറിയാവോ? 18-2 ആണ്. 18 പോയതും LDFനാണ് പോയത്. 18 ഒരു സീറ്റാണ് പിന്നെ UDFന് കിട്ടിയത്. അത് അഹമ്മദിൻ്റെ സീറ്റാണ് മലപ്പുറത്ത്. ഒരെണ്ണം മൂവാറ്റുപുഴയിൽ PC തോമസിലാണ്. NDAക്ക് ഒരു MPയെ കിട്ടി. ഒരൊറ്റ കോൺഗ്രസ് MPമാർ ജയിച്ചിട്ടില്ല 2004 തെരഞ്ഞെടുപ്പിൽ. എന്നാൽ ഇന്ത്യ മുഴുവൻ കോൺഗ്രസിന് അനുകൂലമായിരുന്നു, ഏറെക്കുറെ അനുകൂലമായിരുന്നു. വാജ്പേയി സർക്കാരിനെ താഴെ വീഴ്ത്തി UP അധികാരത്തിൽ വന്നു, മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായി. ആ സമയത്ത് കേരളത്തിൽ ഇങ്ങനൊരു റിസൾട്ടാണ് ഉണ്ടായത്. എന്താ കാരണം എന്നറിയാവോ? ആൻറ്റി ഇൻകംബൻസിയാണ്. ആ ആൻറ്റി ഇൻകംബൻസിയുടെ ഭാഗമായിട്ടാണ് അന്ന് AK ആന്റണി രാജിവെക്കുന്നത്. അന്ന് ഈ പറയുന്ന പലസ്തീൻ ഇഷ്യൂ ഇല്ല, അന്ന് ഈ പറയുന്ന വന്യജീവി പ്രശ്നങ്ങളില്ല, അന്ന് UDFൽ മുസ്ലിം വോട്ട് ഇൻടാക്റ്റ് ആണ്, അന്ന് ക്രിസ്ത്യൻ വോട്ട് ഇൻടാക്റ്റ് ആണ്. എന്നിട്ട് കൂടിയും UDFന് അങ്ങനെ വലിയൊരു വീഴ്ച സംഭവിച്ചു. അതിൻ്റെ കാരണം ആൻറ്റി ഇൻകംബൻസിയാണ്. ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, ഈ മുസ്ലിം വോട്ട് ഇപ്പുറത്തോട്ട് വന്നാൽ പോലും അതിശക്തമായൊരു ആൻറ്റി ഇൻകംബൻസി വേവാണ് കേരളത്തിലുടനീളം ഉള്ളത് എങ്കിൽ ഒരു ചെറിയ വെല്ലുവിളിയല്ല LDFനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF കനത്ത വെല്ലുവിളിയാണ് നേരിടുന്നത്. അത് വലിയ അഡ്വാൻറ്റേജായി നിൽക്കുന്നത് UDFനാണ്. ഇതാണ് ആദ്യഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്. Meet the editors.